ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ മുതിരാതെ പ്രത്യേക അന്വേഷണ സംഘം ഒരു തെളിവുമില്ലാതെ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ കിടത്തുകയും ചെയ്ത സംഭവം തികച്ചും സംശയാസ്പദമാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉത്തരവനുസരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇതിനെ ജാമ്യം കിട്ടുന്നതിനെ ശക്തമായി എതിർക്കുകയുണ്ടായി. എന്നാലും കൊല്ലം വിജിലൻസ് കോടതി വസ്തുതകളെല്ലാം പരിശോധിച്ച ശേഷം 93 പേജുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ വ്യക്തമായി പറയുന്നു, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇതിലൊരു പങ്കുമില്ല എന്നുള്ള കാര്യം. ഞാൻ അതിൻ്റെ പ്രസക്തമായ ഭാഗം ഒന്ന് വായിക്കാം. വെരി ഇമ്പോർട്ടൻ്റ്ലി, ദർ ഈസ് നത്തിങ് ഓൺ റെക്കോർഡ് for the matter on not even iota of evidence from the side of the SIT to establish any positive involvement on the part of the petitioner in the alleged irregularities. തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്ത്രിയുടെ പേരിൽ ഒരു അയോട്ട ഓഫ് എവിഡൻസ് പോലും SITക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതി പറയുന്നത്. അവസാനം പറയുന്നത് ഇവിടെ വായിക്കാം. The petitioner has absolutely no role to play regarding the repairs and maintenance and upkeep of valuable തിരുവാഭരണംസ് of the Lord, for which there is no entirely hierarchy of officials under the Travancore Devasam Board. ഈ 93 പേജുള്ള വിധിന്യായം ഞാൻ ഇന്നലെ മുഴുവൻ വായിക്കുകയുണ്ടായി. ശബരിമല തന്ത്രി അയ്യപ്പൻ്റെ പിതാവിൻ്റെ സ്ഥാനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തെളിവുമില്ലാതെ SIT അറസ്റ്റ് ചെയ്യുകയും 41 ദിവസം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തു. കോടതിയുടെ ഈ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ തെളിവുകൾ കൊണ്ടുവരാനോ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്.